എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. മഴ ഇഷ്ടമില്ലാതെ ആരും തന്നെ ഉണ്ടാവില്ല. ഒരു നല്ല മഴ കാണാൻ വേണ്ടിയിട്ട്, ഒരു നല്ല മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ച് നടന്ന ഒരുപാട് നാളുകളും നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ മഴയോട് നമുക്ക് പ്രണയം തോന്നാറുണ്ട്, അല്ലേ? അതെനിക്ക് തോന്നുന്നു ചുട്ടുപൊള്ളുന്ന ഒരു വെയിലത്ത് കോരിച്ചൊരിയുന്ന ഒരു മഴ പെയ്യുമ്പോഴായിരിക്കും മഴയോട് നമുക്ക് വല്ലാതൊരു പ്രണയം തോന്നുന്നത്. അത് നമ്മൾ വല്ലാതെ ആസ്വദിക്കാറുണ്ട്. ചേർത്ത് പിടിച്ച് നമ്മൾ ഒരുപാട് ആസ്വദിച്ച് ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരുപാട് സമയം കൂട്ടിരിക്കാറുണ്ട്. ഏതായാലും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. മഴയെ നമ്മളിങ്ങനെ ഒരുപാട് പ്രണയിക്കുമ്പോഴും മഴയെ നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, വെറുത്തു പോയിട്ടുണ്ട്, അല്ലേ? അത് മഴക്കാലം വരുമ്പോഴാണ്. കോരിച്ചൊരിയുന്ന മഴ ഇങ്ങനെ കണ്ടിന്യൂ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മഴയെ കുറ്റം പറഞ്ഞ് നമ്മൾ കൊല്ലാറുണ്ട്. വെറുത്ത് നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കുന്നുവോ അതൊക്കെ പറഞ്ഞു തീർക്കാറുണ്ട്. അത്രയ്ക്കേറെ നമ്മൾ അതിനോട് ദേഷ്യം കാണിക്കാറുണ്ട്. ഇനി വേനൽക്കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല. വേനൽക്കാലത്തെ നമ്മൾ സ്ഥിരമായിട്ട് കുറ്റം പറയുന്ന കാര്യമാണ്. ഏതായാലും മഴക്കാലത്തെക്കുറിച്ചും വേനൽക്കാലത്തെക്കുറിച്ചുമുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ടല്ല, അതിലപ്പുറം നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളോടും മടുപ്പ് തോന്നാറുണ്ട്, അല്ലേ? ഈ മടുപ്പ് തന്നെയാണ് മഴക്കാലങ്ങളോടും വേനൽക്കാലങ്ങളോടും ഒക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനോടും നമുക്ക് മടുപ്പാണ്. അതായത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്ന സാഹചര്യങ്ങളോടായാലും വ്യക്തികളോടായാലും മറ്റ് ബന്ധങ്ങളോടായാലും ഒക്കെ നമുക്ക് മടുപ്പ് തോന്നുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു സ്വഭാവമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചുരുക്കം. ഇത് ബന്ധങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് കുറച്ച് പ്രശ്നമാണ് എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും. അതായത് ഈ കുടുംബ ബന്ധങ്ങളിൽ, ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന നാളുകളിൽ നമ്മൾ വല്ലാതെ അത് ആസ്വദിക്കാറില്ലേ? ഒരു സ്വപ്നം കാണുന്ന പോലെയാണ്, അല്ലെ? സ്വർഗത്തിൽ നിൽക്കുന്ന പോലെയാണ്. ജീവിതത്തിൽ നമ്മൾ വല്ലാതെ അത് ആസ്വദിച്ചിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ നിമിഷങ്ങളില്ല എന്ന് പലപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പല ആളുകളും പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ആ പഴയ പ്രണയവും സ്നേഹവും അടുപ്പവും ഇഷ്ടവും ഒന്നും എനിക്ക് തോന്നാറില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയോട് മടുപ്പ് തോന്നുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ശരിയല്ലേ? ഇത് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണത്. സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്ന എല്ലാത്തിനോടും, അത് സാഹചര്യങ്ങളായാലും ഒരു ജോലിയാണെങ്കിലും ഒരു ബന്ധമാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും എന്തു തന്നെ ആയാലും സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ കൊണ്ടു നടക്കുന്നതിനോടെല്ലാം നമുക്ക് മടുപ്പാണ്. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളൊക്കെ ഈ മടുപ്പിനെ മറികടന്നവരാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ദാമ്പത്യ ജീവിതം ആസ്വദിക്കുന്നവരും ആഘോഷിക്കുന്നവരും, ഒരു ജോലി മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്നവര്, തന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പല സാഹചര്യങ്ങളും സ്ഥിരമായി ജീവിതത്തോടൊപ്പമുള്ള പല അനുഭവങ്ങളും അത് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് അവരൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മടുപ്പില്ലാതെ എങ്ങനെ അതിനെ മറികടക്കാം, മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർ ആലോചിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഈ പുതുമകളോട് മനുഷ്യന് വല്ലാതൊരു ഭ്രമമാണ്, ശരിയല്ലേ? പുതിയ കാഴ്ചകളോട്, പുതിയ വ്യക്തിബന്ധങ്ങളോട്, പുതിയ അനുഭവങ്ങളോടൊക്കെ വല്ലാതൊരു ഇഷ്ടവും താല്പര്യവുമാണ്. അതുകൊണ്ടാണ് പഴയതിനോട് പലപ്പോഴും നമുക്ക് മടുപ്പ് തോന്നുന്നത്. എന്നാൽ ജീവിതത്തിൽ വിജയിച്ച ആളുകൾ കുടുംബ ബന്ധങ്ങളിലായാലും ജോലിയിലായാലും മറ്റ് സാഹചര്യങ്ങളിലായാലും മടുപ്പില്ലാതെ അത് ജീവിതത്തിന് മനോഹരമായിട്ടുള്ള ഒരു യാത്രയാക്കി കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ, അതിൽ വിജയിച്ച ആളുകളൊക്കെ ഇതിനെ മറികടന്നത് മനോഹരമായൊരു വഴി അവർ കണ്ടെത്തിയത് കൊണ്ടാണ്. പുതുമകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് പുതിയ ഒരു കാര്യത്തെ കൊണ്ടുവരിക എന്നല്ല അവരൊന്നും ചിന്തിച്ചിട്ടുള്ളത്. അതിനു പകരം നമ്മളോടൊപ്പമുള്ള അനുഭവങ്ങളായാലും സാഹചര്യങ്ങളായാലും വ്യക്തിബന്ധങ്ങളായാലും ജോലിയാണെങ്കിലും അതിൽ അവർ പുതുമകൾ കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മളോടൊപ്പമുള്ള കാര്യങ്ങളിൽ നമ്മൾ പുതുമകൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് ഇപ്പോ ദാമ്പത്യ ജീവിതത്തിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ
ഈ മടുപ്പ് തോന്നുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ആ ജീവിതം യാന്ത്രികമായ ഒരു ഒഴുക്കായി കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, അതിനുശേഷം വീണ്ടും രാവിലെ ജോലിക്ക് പോകുന്നു. ഇതിങ്ങനെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു ഒഴുക്കായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ കാറ്റ് എങ്ങോട്ടാണോ ഒഴുകുന്നത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു കടലാസ് പോലെ, ഒരു അപ്പൂപ്പൻ താടി പോലെ നമ്മളിങ്ങനെ ജീവിതത്തെ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ടാണ് പല ആളുകൾക്കും പറയേണ്ടി വരുന്നത്, പഴയ ആ ഒരു പ്രണയവും സ്നേഹവും ഒന്നും ഇന്നത്തെ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരുന്നത്. അതിന് പകരം പുതുമകൾ കണ്ടെത്താൻ പറ്റണം. നമ്മുടെ ജീവിത പങ്കാളിയെ മാറ്റിപ്പിടിക്കുക എന്നുള്ളതല്ല, ആ ദാമ്പത്യ ജീവിതത്തിൽ പുതുമകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് കിച്ചണിലേക്ക് കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കിയേ. ഒരു ദിവസം ജോലിയൊക്കെ നിർത്തി ലീവൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ ഒന്ന് പോയി ഒന്ന് ജീവിതം ഒന്ന് ആസ്വദിച്ച് നോക്കിയേ. രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് ജീവിത പങ്കാളികൾ തമ്മിൽ ഒരു 5:30 6 മണിക്കൊക്കെ എഴുന്നേറ്റ് റോഡിലൂടെ മെല്ലെ ഒന്ന് നടന്നു നോക്കിയേ. ഇതൊക്കെ ജീവിതത്തിന്റെ പുതുമകളാണ്. വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ പുതുമകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പഴയ ഒരു സംഭവത്തെ അങ്ങപ്പാടെ എഴുതിത്തള്ളി മാറ്റിപ്പിടിച്ച് പുതിയൊരു കാര്യം കൊണ്ടുവരിക എന്നല്ല, പഴയത്, അതായത് നമ്മളോടൊപ്പമുള്ള കാര്യങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിനെ മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെ നമ്മുടെ ജോലിപരമായ കാര്യങ്ങളിലും ഈ ഒരു മടുപ്പ് പല ആളുകളും അനുഭവിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ, ഒരേ ശൈലിയിൽ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതിന് പകരം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ രീതിയിൽ, പുതിയ ശൈലിയിൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കുറെ കൂടി മനോഹരമാക്കാൻ സാധിക്കും. പല ആളുകളും ഒരു മടുപ്പുമില്ലാതെ ചില ജോലികൾ ചെയ്യാറില്ല. ഈ സെലിബ്രിറ്റികളൊക്കെ, ഈ സിനിമ മേഖലകൾക്ക് പ്രവർത്തിക്കുന്ന ചില ആളുകൾ അല്ലെ, ഭ്രാന്തമായി അതിനെ ഇഷ്ടപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല. എത്രയോ വർഷക്കാലമായിട്ട് അവരിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അവരെന്താണ് ചെയ്തത്? അവരെപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പുതുമകൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഈ പുതുമകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവരുത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതൊരു കാര്യവും മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ഈ വീട്ടിലൊക്കെ കയറി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എപ്പോഴും ഒരേ കാഴ്ചയാണ് ഒരു മനുഷ്യൻ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് മടുപ്പ് തോന്നും. നമ്മുടെ വീടിന്റെ സെറ്റിങ്സ് ഒക്കെ എല്ലാ മാസവും ഒന്ന് മാറ്റിപ്പിടിക്കണം. അടുക്കളയിലൊക്കെ എപ്പോഴും ഒരേ സെറ്റിങ്സ് തന്നെ ആവരുത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റിപ്പിടിച്ച് അടുക്കും ചിട്ടിയോടൊക്കെ ഒന്ന് വെച്ച് നോക്കിയേ, ആ കിച്ചണിലേക്ക് കയറാൻ നമുക്കൊരു വല്ലാതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ ഈ ബെഡ്റൂമൊക്കെ എപ്പോഴും ചില വീടുകളിലൊക്കെ 5-10 വർഷക്കാലമായി ഒരു മൂലക്കുണ്ടാവും കട്ടിലും കിടക്കയൊക്കെ. അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുന്നേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ, ആ റൂമിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ ചേഞ്ച് ആവും. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പുതുമകൾ കണ്ടെത്തേണ്ടത്. വീട്ടുമുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നടുക, അതിനെയൊക്കെ പരിപാലിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ പുതുമകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ജീവിതത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുവാനും മടുപ്പില്ലാത്ത നിമിഷങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് സഹായിക്കുന്നത്. അതിപ്പോ ബന്ധങ്ങളുടെ കാര്യത്തിലായാലും സാഹചര്യങ്ങളുടെ കാര്യത്തിലായാലും മറ്റു ഏത് കാര്യത്തിലായാലും. ഇപ്പൊ കല്യാണം കഴിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഞായറാഴ്ചയ്ക്ക് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ പോയിട്ട് ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാം. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഒരു സൗന്ദര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇതാണ് പുതുമ എന്ന് പറയുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവരിക. അത് ബന്ധങ്ങളുടെ കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് ജോലിപരമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും മടുപ്പില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കും. എപ്പോഴും ഒരേ മാനസികാവസ്ഥയോടെ നമ്മൾ ജീവിക്കരുത്. നമ്മുടെ മനസ്സിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. നല്ല നല്ല നിമിഷങ്ങളെ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. അതുകൊണ്ട് ഇനി ആരും ദാമ്പത്യ ജീവിതത്തില് മടുപ്പ് തോന്നുന്നു എന്ന് പറയരുത്. അതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. ദാമ്പത്യ ജീവിതത്തെ മനോഹരമാക്കാൻ നമ്മളെ സഹായിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടുവരിക. ചെറിയ ചെറിയ യാത്രകളൊക്കെ പോവുക, പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, രാവിലേക്ക് എഴുന്നേറ്റിട്ട് ഒരിത്തിരി സമയം ഒന്നിച്ചിരുന്ന് നടക്കുക, അതുപോലെ കിച്ചണിലൊക്കെ കയറിയിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡുകളൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ മനോഹരമാക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഇതോടൊപ്പം പറയാനുള്ളത്, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു, വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്.
എനിക്കും സ്ഥിരമായിട്ട് ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ മടുപ്പ് തോന്നും. അപ്പോഴെന്ത് വേണം? എൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. അത് എന്നെ കൂടുതൽ ഉഷാറുള്ള ഒരാളാക്കി മാറ്റുന്നു, കുറെ കൂടി എനർജറ്റിക് ആയിട്ടുള്ള, കുറെ കൂടി ആത്മവിശ്വാസമുള്ള ഒരാളാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും പുതുമകൾ കണ്ടെത്തുക. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളോടൊപ്പമുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പുതിയൊരു കാര്യം കൊണ്ടുവരിക എന്ന് പറയുന്നതല്ല പുതുമ എന്ന് പറയുന്നത്. നമ്മളോടൊപ്പമുള്ള കാര്യങ്ങൾ, അത് ബന്ധങ്ങളായാലും സാഹചര്യങ്ങളായാലും ജോലിയായാലും, അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന, നമുക്ക് ആത്മസംതൃപ്തി നൽകുന്ന, നമുക്ക് നല്ല നിമിഷങ്ങളാണെന്ന് തോന്നുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാവർക്കും നടത്താൻ കഴിയട്ടെ. എല്ലാ മേഖലകളിലും എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു പുതുമ എല്ലായ്പ്പോഴും കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.